ഹായ്, മലയാളത്തിലെ മഹാനടന്മാരായിട്ടുള്ള മോഹൻലാലും മമ്മൂട്ടിയും അന്യഭാഷകളിൽ അഭിനയിക്കുന്നു. മമ്മൂട്ടി ധനുഷിന്റെ ഒരു സിനിമയിൽ മുഖ്യ വേഷം കൈകാര്യം ചെയ്യുന്നു. മോഹൻലാൽ ചിരഞ്ജീവിയുടെ ഒരു തെലുങ്ക് സിനിമയിൽ ഗസ്റ്റ് റോളിൽ വരുന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത. ആദ്യം ഈ വാർത്ത വന്നിരുന്നു. അതിനുശേഷം പ്രതിഫലത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ രണ്ടുപേരും പിന്മാറി എന്നാണ് അറിയാൻ സാധിച്ചത്. അതായത് മമ്മൂട്ടി തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ, ധനുഷിന്റെ കൂടെ മുഖ്യ വേഷത്തിൽ അഭിനയിക്കാൻ മമ്മൂട്ടി 15 കോടി പ്രതിഫലം ചോദിച്ചു എന്നും അത് കൊടുക്കാൻ പ്രൊഡ്യൂസർമാർ തയ്യാറായില്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് മുൻപ് വന്നിരുന്നത്. മമ്മൂട്ടി പിന്മാറി എന്നാണ് നമ്മൾ അറിഞ്ഞത്. മോഹൻലാൽ തെലുങ്ക് സിനിമയിൽ ഗസ്റ്റ് റോളിൽ അഭിനയിക്കാൻ, ചിരഞ്ജീവിക്കൊപ്പം ഗസ്റ്റ് റോളിൽ അഭിനയിക്കാൻ 30 കോടിയാണ് പ്രതിഫലമായി ചോദിച്ചത് എന്നും ഗസ്റ്റ് റോളിന് 30 കോടി കൊടുക്കാൻ പ്രൊഡ്യൂസർമാർ തയ്യാറായില്ല, ഇത്രയും തുക മുടക്കാൻ പ്രൊഡ്യൂസർമാർക്ക് ആവില്ല എന്നുള്ള തരത്തിൽ വാർത്തകൾ വരികയും മോഹൻലാൽ ആ സിനിമയിൽ നിന്നും പിന്മാറി എന്നും നമ്മൾ കേട്ടു. പക്ഷെ ഇപ്പോൾ അറിയുന്നു രണ്ടുപേരും ആ സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. ധനുഷിന്റെ വലിയ സിനിമയിൽ മമ്മൂട്ടി ഒരു മുഖ്യ വേഷം ചെയ്യുന്നു എന്നുള്ളത് കൺഫേം ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിട്ടുണ്ട്. വാർത്തകൾ നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. മമ്മൂട്ടിയും അത് കൺഫേം ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി ആ സിനിമയിൽ വേണം എന്നുള്ളത് ആ സിനിമയുടെ ഡയറക്ടറുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. അത് അവർ നേടിയെടുക്കുകയും ചെയ്തു. മമ്മൂട്ടി ധനുഷിന്റെ സിനിമയിൽ മുഖ്യ വേഷം ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പായി. അതുപോലെ തന്നെ മോഹൻലാലിനെ 30 കോടി കൊടുത്ത് ചിരഞ്ജീവിയുടെ സിനിമയിൽ ഗസ്റ്റായി കൊണ്ടുവരാനും ആ സിനിമയുടെ പ്രൊഡ്യൂസർമാർ തീരുമാനിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ കിട്ടുന്നത്. അതായത് ചിരഞ്ജീവിയുടെ സിനിമയിൽ മോഹൻലാൽ ഗസ്റ്റായി വരുന്നു. അതൊരു പോലീസ് വേഷമാണ് എന്നും അറിയുന്നു. എന്തുകൊണ്ടായിരിക്കാം ആദ്യം 30 കോടി കൊടുക്കാൻ തയ്യാറാവാത്ത അവർ പിന്നീട് ആ തുക കൊടുത്ത് മോഹൻലാലിനെ കൊണ്ടുവരുന്നത്? അതുപോലെ തന്നെ മമ്മൂട്ടിക്ക് 15 കോടി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർമാർ എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് 15 കോടി കൊടുത്ത് ആ ക്യാരക്ടറിലേക്ക് മമ്മൂട്ടിയെ കൊണ്ടുവരുന്നു? തീർച്ചയായും മമ്മൂട്ടിക്ക് മോഹൻലാലിനും പകരം വെക്കാൻ മറ്റൊരാൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഒരുപക്ഷെ മോഹൻലാൽ L366 വേണ്ടി താടിയെല്ലാം കളഞ്ഞ് മീശയെല്ലാം പിരിച്ചു വെച്ചപ്പോൾ അവർക്ക് തോന്നിക്കാണും തങ്ങളുടെ സിനിമയിലെ പോലീസ് വേഷം ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് തോന്നിക്കാണും. മോഹൻലാലിന് പകരം വെക്കാൻ മറ്റൊരാൾ ഇല്ല എന്നവർക്ക് തോന്നിക്കാണും. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ആ വേഷം ചെയ്യാൻ മറ്റൊരാൾ ഇല്ല എന്ന് ആ സംവിധായകന് തോന്നിക്കാണും. അതുകൊണ്ടാണ് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും നിർബന്ധമായും അത്തരം സിനിമകളിൽ വിളിച്ചത്. കാരണം വലിയ പ്രതിഫലമാണ് ഇവർ രണ്ടുപേരും ആവശ്യപ്പെട്ടത്. എന്തായാലും ഒരു കാര്യത്തിൽ സങ്കടമാണ്, ഒരുപാട് സിനിമകൾ ഇവർക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്, ഇവരുടേതായിട്ടുള്ള ഒരുപാട് സിനിമകൾ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മറ്റു ഭാഷകളിൽ പോയി ഇത്തരം ചെറിയ റോളുകൾ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. പലപ്പോഴും ചെറിയ വേഷങ്ങൾ ഇവർക്ക് ട്രോളുകൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബബ്ബബ്ബ എന്ന സിനിമയിലെ മോഹൻലാലിന്റെ ഗസ്റ്റ് റോൾ കുറെ ട്രോളുകൾ ഉണ്ടാക്കി. മമ്മൂട്ടിയുടെ ചത്താപ്പച്ചിയിലെ ആ റോൾ എല്ലാവരും പരിഹസിച്ച് വിട്ടതാണ്. ഇപ്പോൾ വീണ്ടും അവർ അത്തരം വേഷങ്ങളിലേക്ക് പോകുന്നു. ഒരുപക്ഷെ ഗംഭീരമായിട്ടുള്ള വേഷമാവാം, അല്ലെങ്കിൽ വീണ്ടും ട്രോളുകൾ വന്ന് വീഴും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ പഴയ പോലെയൊന്നും അല്ല. വമ്പൻ താരങ്ങൾ നായകന്മാരായി തന്നെ അഭിനയിക്കണം എന്നൊന്നും ഇപ്പോഴില്ല. മികച്ച വേഷമാണ് എല്ലാവരും നോക്കുന്നത്. വമ്പൻ താരങ്ങൾ വില്ലന്മാരായിട്ടും അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള വേഷങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നായകന്മാരാവണം എന്ന് അവർക്ക് ഒരു നിർബന്ധമില്ല. ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത്. എന്തായാലും എല്ലാം ഗംഭീരമാവട്ടെ. മലയാളത്തിന്റെ പ്രിയ താരങ്ങൾ അന്യഭാഷയിൽ അങ്ങ് തകർക്കട്ടെ. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നൊരു ബൈ.